പാകിസ്ഥാൻകാർക്കുള്ള വിസ റദ്ദ് ചെയ്യുന്ന നടപടികളിലേക്ക് സർക്കാർ കടക്കുമ്പോൾ മലയാള മനോരമ കുടുംബത്തിലെ ഒരു അംഗത്തെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ വിവാദങ്ങൾ ഉയരുകയാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് പ്രമുഖ സോഷ്യൽ ആക്ടിവിസ്റ്റും ഹിന്ദു സന്യാസിയുമായ ഡോക്ടർ ഭാർഗവറാം. 2008 ഹൈന്ദവ കേരളം ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച ഉള്ളടക്കത്തിന്റെ തുടക്കം സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് അദ്ദേഹം തന്റെ കുറിപ്പിനൊപ്പം ചേർത്തിട്ടുള്ളത്. പാകിസ്ഥാൻകാർക്കുള്ള വിസ റദ്ദ് ചെയ്യുന്ന നടപടികളിലേക്ക് സർക്കാർ കടന്നു എന്നാണ് പറയപ്പെടുന്നത്. എങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂരിൽ താമസിക്കുന്ന പാകിസ്ഥാൻകാരിയായ ഈ മരുമകളുടെ വിസയും റദ്ദ് ചെയ്യുമായിരിക്കുമല്ലേ? അതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. 2008 ഡിസംബറിൽ കോട്ടയത്തെ മനോരമ പ്രമുഖന്റെ കുടുംബത്തിൽ മരുമകളായി എത്തിയ പാക് സുന്ദരിയും പെട്ടു. ഇന്ത്യയിൽ താമസിക്കുന്ന പാക് പൗരന്മാർ ഞായറാഴ്ചയ്ക്കകം രാജ്യം വിടണം എന്ന ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് കാരണം കുടുംബത്തെ ഉപേക്ഷിച്ച് പാകിസ്ഥാനിലേക്ക് പോകേണ്ട ഗതികേടിലാണ് ഇവർ. മനോരമ എഡിറ്റോറിയൽ ഡയറക്ടറായിരുന്ന തോമസ് ജേക്കബിന്റെ മകൻ അനൂപ് പാകിസ്ഥാൻ യുവതിയെ വിവാഹം ചെയ്തത് വിവാദമായിരുന്നു. ദില്ലിയിലെ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനായിരുന്ന അബ്ബാസിന്റെ മകൾ മരിയയായിരുന്നു വധു. അബ്ബാസ് ISI ഏജന്റാണ് എന്നും മരിയയ്ക്ക് ലഷ്കറെ ബന്ധമുണ്ടെന്നും വാർത്തകൾ പുറത്തുവന്നിരുന്നു. വയലാർ രവി എന്നിവർ IB മുന്നറിയിപ്പിനെ തുടർന്ന് വിട്ടുനിന്നു. കോട്ടയത്തെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വധുവിന്റെ അടുത്ത ബന്ധുക്കൾക്ക് മാത്രമാണ് വിസ അനുവദിച്ചത്. പാരീസിലും ഇംഗ്ലണ്ടിലും ആർട്ട് എക്സിബിഷനുകളിൽ പങ്കെടുക്കുന്ന ഇന്ത്യ പാക് യുവാക്കൾ പ്രണയ വിവാഹം ചെയ്യുന്നത് ISI കെണിയാണ് എന്ന് ഇന്റലിജൻസ് ബ്യൂറോ കണ്ടെത്തിയിരുന്നു. അക്കാലത്ത് ഇത്തരത്തിൽ നിരവധി വിവാഹങ്ങൾ നടന്നിരുന്നു. പാരീസിലെ ആർട്ട് എക്സിബിഷനിൽ പങ്കെടുക്കാൻ പോയ ചിത്രകാരനായ അനൂപും ഇതേ രീതിയിലാണ് പാകിസ്ഥാനി യുവതിയുമായി പ്രണയത്തിലാകുന്നതും വിവാഹിതരാകുന്നതും. ദമ്പതികൾ കോട്ടയത്ത് താമസമായിരുന്നു. പക്ഷേ IB സ്പെഷ്യൽ ബ്രാഞ്ച് നിരീക്ഷണം കുടുംബക്കാർക്ക് പൊല്ലാപ്പായതോടെ ബാംഗ്ലൂർക്ക് താമസം മാറ്റിയിരുന്നു. വിവാഹം ചെയ്ത് ഇന്ത്യയിലെത്തുന്ന പാക് യുവാക്കൾ ISI സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുന്നു എന്നതാണ് മറ്റൊരു ആരോപണം. എന്തായാലും ഈ പെൺകുട്ടിക്ക് തിരിച്ച് പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. കേരളത്തിൽ രേഖകൾ പ്രകാരം ആകെ 102 പാകിസ്ഥാനികളാണ് വിസ എടുത്തുവന്ന് താമസിക്കുന്നവരായി ഉള്ളത് എന്നും കഴിഞ്ഞ 6 മാസത്തിനകം മാത്രം 51 പേർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നും ആകെയുള്ളതിൽ 71 പേർ കണ്ണൂരിലാണ് താമസിക്കുന്നത് എന്നും പോലീസ് രേഖകളെ ഉദ്ധരിച്ച് പല റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പെഹൽഗാമിന്റെ പശ്ചാത്തലത്തിൽ നടപടികൾക്ക് മുന്നോടിയായി കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപിത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരൊക്കെ രാജ്യം വിടണം എന്ന ഉത്തരവ് അവിടെ 100% നടപ്പിലാകുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. മലയാള ഭാഷ പോലും കൃത്യമായി അറിയാൻ ഇടയില്ലാത്ത ഇവർ ഇന്നാട്ടിൽ ഇവിടെയൊക്കെ എന്ത് ചെയ്യുകയായിരുന്നു എന്നതും ഇന്നാട്ടിലെ ഇവരുടെ സഹായികൾ ആരൊക്കെ എന്നറിയുന്നതും കൗതുകകരമായ വസ്തുതയാണ്. പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചത് അനുസരിച്ച് കേരളത്തിലുണ്ടായിരുന്ന 6 പാക് പൗരന്മാർ അതേസമയം തിരിച്ചുപോയി. വിസിറ്റിംഗ് വിസയിൽ എത്തിയവരാണ് കഴിഞ്ഞ ദിവസം തിരിച്ചുപോയത്. അവശേഷിക്കുന്ന 98 പാക് പൗരന്മാർ സംസ്ഥാനത്ത് തുടരുകയാണ്. ഇവർ ദീർഘകാല വിസയിൽ കേരളത്തിൽ കഴിയുന്നവരാണ്. ഇവർക്ക് രാജ്യത്ത് തുടരുന്നതിൽ തടസ്സമില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രിമാരുമായി സംസാരിച്ച അമിത്ഷാ എത്രയും വേഗം പാക് പൗരന്മാരെ കണ്ടെത്തി നാട് കടത്താൻ നിർദ്ദേശിച്ചിരുന്നു. ഞായറാഴ്ചയ്ക്കുള്ളിൽ പാക് പൗരന്മാർ നാട് വിടാനാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. മെഡിക്കൽ വിസയുള്ള പാക് പൗരന്മാർക്ക് 2 ദിവസം കൂടി രാജ്യത്ത് തുടരാം എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയത്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ സർക്കാർ നിരവധി കർശന നടപടികൾ സ്വീകരിച്ചു വരികയാണ്. രാജ്യത്ത് എങ്ങും തങ്ങുന്ന പാകിസ്ഥാനികൾ രാജ്യം വിടണമെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ പുണ്യഭൂമിയായ കാശിയിൽ നിലവിൽ 10 പാകിസ്ഥാൻ പൗരന്മാർ താമസിക്കുന്നുണ്ട് എന്നാണ് വിവരം. ഇതിൽ 75 വയസ്സുള്ള ഒരു വൃദ്ധനും ഉൾപ്പെടുന്നു. പോലീസ് എല്ലാവർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇവരിൽ 9 പാകിസ്ഥാനികൾ ദീർഘകാല വിസയിലാണ് നഗരത്തിൽ താമസിക്കുന്നത്. പാകിസ്ഥാൻ പൗരന്മാരുടെ വിസ റദ്ദാക്കൽ സംബന്ധിച്ച സർക്കാർ പ്രഖ്യാപനത്തിന് ശേഷം ജില്ലയിലെ ഉദ്യോഗസ്ഥർ മുഴുവൻ കാര്യവും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. അതേസമയം മതനഗരമായ കാശി നേരത്തെ തന്നെ തീവ്രവാദികളുടെ ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ പോലീസും ഇന്റലിജൻസ് വകുപ്പും ഗംഗാഘട്ടുകൾ, ഗംഗാ ആരതി, കാശിയിലെ തിരക്കേറിയ സ്ഥലങ്ങൾ എന്നിവയിൽ നിരീക്ഷണം നടത്തുന്നുണ്ട്. പുറത്തുനിന്ന് വന്ന ഹോട്ടലുകളിൽ താമസിക്കുന്നവരുടെ രേഖകളും പോലീസ് സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, വിമാനത്താവളങ്ങൾ എന്നിവയ്ക്ക് ചുറ്റുമുള്ള ഹോട്ടലുകളിലും ധർമ്മശാലകളിലും തുടർച്ചയായ പരിശോധനാ ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. സിറ്റി കമാൻഡ് സെന്ററിൽ നിന്നുള്ള പോലീസുകാർ വിവിധ കവലകളും റൂട്ടുകളും തുടർച്ചയായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗംഗാ ആരതി സമയത്ത് പ്രത്യേക ജാഗ്രത പാലിക്കുന്നുണ്ട്. ഗംഗാഘട്ടുകളുടെ തീരങ്ങളും തെരുവുകളും പോലീസും മറ്റു രഹസ്യാന്വേഷണ വകുപ്പുകളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാസ്.